ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ റിലേറ്റഡ് ആണ്. അപ്പൊ അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ മുൻപ് അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സൈറ്റില് സിലബസും കാര്യങ്ങളും അതുപോലെ തന്നെ എക്സാമിനേഷൻ സെന്ററുകളും എന്നാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും. അപ്പോൾ നമുക്ക് അതായത് അടുത്ത ഡിസംബറിൽ എക്സാം എഴുതുന്ന ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓഗസ്റ്റ് വരെയാണ്. അപ്പോൾ ഓഗസ്റ്റ് 30 ആയിരിക്കും അതിന്റെ ഫൈനൽ ഡേറ്റ് വരുന്നത്. നമുക്ക് എല്ലാ തവണ യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്. നമുക്കറിയാം, ആദ്യം ഭാരതീയ യൂണിവേഴ്സിറ്റിക്ക് ഇയർലി ബാച്ച് ഉണ്ടായിരുന്നപ്പോഴും 2 തവണ 6 months ഗ്യാപ്പ് ഇട്ടിട്ട് 2 ബാച്ച് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും അവര് അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ബാച്ച് ഉണ്ട്. ഒരു ജനുവരി ഫെബ്രുവരിയിൽ അഡ്മിഷൻ എടുക്കുന്ന ബാച്ചും ജൂലൈ ടു ഓഗസ്റ്റ് അഡ്മിഷൻ ചെയ്യുന്ന ബാച്ചും. അതിൽ ജനുവരി ഫെബ്രുവരിയിൽ അഡ്മിഷൻ എടുക്കുന്ന ബാച്ചിന്റെ എക്സാമിനേഷൻ വരുന്നത് ജൂണിലാണ്. ജൂൺ മാസത്തിലാണ് എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റോട് കൂടി അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്ന ആ ബാച്ചിന്റെ പരീക്ഷ വരുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പൊ അങ്ങനെ 2 ബാച്ചാണ് നമുക്കുള്ളത് പണ്ടത്തെ പോലെ തന്നെ. പക്ഷെ അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അത് ഇയർലി പാറ്റേൺ ആയിരുന്നു. അതിന് പകരം ഇത് സെമസ്റ്റർ വൈസിലാണ് എക്സാം നടക്കുന്നതെന്ന് മാത്രം. പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ 2 ബാച്ച് ഉണ്ട്. അപ്പൊ പക്ഷെ പേയ്മെന്റ്സ് ഒക്കെ സിംഗിൾ പേയ്മെന്റ്സ് ആണ് കേട്ടോ വരുന്നത്. ഇയർലി തന്നെയാണ് അവർ പേയ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഓൺലൈന്റെയും വന്നിട്ടുണ്ട്, ODL-ന്റെയും വന്നിട്ടുണ്ട്. OL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ലേണിംഗിന്റെയും ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിന്റെയും വന്നിട്ടുണ്ട്. നമുക്ക് മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല. UGCയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കോളേജസിൽ മാത്രമാണ് അവർക്ക് മാത്രമാണ് LSE സെന്റർ എന്ന് പറഞ്ഞ പദവിയും എക്സാം സെന്ററിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുള്ളൂ. സോ നമുക്ക് കേരളത്തിലൊന്നും എക്സാം എഴുതാൻ പറ്റില്ല. നമുക്കൊരു ഓപ്ഷൻ വരുന്നത് നമുക്ക് പാലക്കാട് ബോർഡറിലൊക്കെ വരുന്ന ഒരുപാട് കോളേജുകളുണ്ട്. കോയമ്പത്തൂര് ഭാരതീയ യൂണിവേഴ്സിറ്റി ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കോളേജുകൾ ഉണ്ട്. അതായത് ഒരു 32ഓളം സെന്റർ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് നമുക്ക്. മുന്നേ വർഷങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിനകത്ത് തന്നെ ഒരു 14 ജില്ലകളിലും അത്യാവശ്യം എക്സാം സെന്ററുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ തൃശ്ശൂര് തന്നെ 2 സ്ഥലത്തൊക്കെ ആയിട്ട് ഇരിഞ്ഞാലക്കുട അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലൊക്കെ എക്സാം നടന്നിരുന്നു. അപ്പൊ ഒരു ജില്ലയിൽ തന്നെ 2 സെന്റർ ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇനി ഉണ്ടാവില്ല. അത് നമ്മൾ മുന്നത്തെ വീഡിയോയിലും പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം UGC നിയമപ്രകാരം അങ്ങനെ കുറച്ച് നിബന്ധനകൾ ഉള്ളത് കൊണ്ട് ഇനി തമിഴ്നാട് മാത്രമാണ് നമുക്ക് ഭാരതീയാറിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 32ഓളം കോളേജിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് കോയമ്പത്തൂര് നിയർ ബൈ ഉള്ള സ്ഥലങ്ങളിലാണെന്ന് മാത്രം. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയി നിന്ന് തന്നെ എഴുതണം. നോക്കിയപ്പോ ഒരു വർഷം 7 സബ്ജക്ട് ഒക്കെയാണ്. ഫസ്റ്റ് സെമ്മില് MBA ക്ക് 7 സബ്ജക്ട് ആണ് വരുന്നത്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മളൊരു വീക്കില് നമ്മള് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഒരു 1 വീക്ക് നമുക്ക് അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ കുറെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ നമ്മള് വേറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പറയുമ്പോ ഓൺലൈൻ ആണെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റീസ് പറയുമ്പോൾ ഭാരതീയാർ മതി. നമ്മുടെ തന്നെ പാസ് ഔട്ട് ആയ ഒരുപാട് സ്റ്റുഡൻസിന് വേറെ മറ്റു യൂണിവേഴ്സിറ്റികളൊന്നും ഓഫ്ലൈൻ ആയിട്ടായാലും ഓൺലൈൻ ആയിട്ടായാലും അഡ്മിഷൻ വേണ്ട. അവർ ഭാരതീയാറിന്റെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നവരാണ്. ഇത്ര വർഷമായിട്ട് പോലും വെയിറ്റ് ചെയ്ത കുറെ പിള്ളേരുണ്ട്. മുൻ ബാച്ചുകളിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയി പോയത്. അവർക്ക് നമുക്കറിയാലോ, നമുക്ക് കഴിഞ്ഞൊരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയാറിന്റെ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നടക്കാത്തൊരു വർഷം. അപ്പൊ നമ്മുടെ ബാച്ച് ഓപ്പൺ ആവട്ടെ, എന്നിട്ട് ഞങ്ങൾ ഭാരതീയാറിലേക്ക് അഡ്മിഷൻ ചെയ്യാന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പൊ അവർക്ക് ഏറ്റവും നല്ലൊരു ഇൻഫോർമേഷൻ ആണ് ഇന്നത്തെ ഈ വീഡിയോ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് കോളേജ് 32 കോളേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഹിന്ദുസ്ഥാൻ കോളേജ് വരുന്നുണ്ട്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് വെറുതെ ഇമ്പോർട്ടന്റ് പേരുകൾ ഒന്ന് വായിച്ചു പോകണല്ലോ കേട്ടാ. ശ്രീനാരായണ ഗുരു കോളേജ് വരുന്നുണ്ട്, നെഹ്റു കോളേജ്, കമ്പൻ കോളേജ് ഉണ്ട്, പിന്നെ അങ്കപ്പ മഹാറാണി പാർക്സ് കോളേജ്, ഈറോഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ടിപ്സ് കോളേജ് വരുന്നുണ്ട്, TSA ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പേരൂര്, പിന്നെ CMS കോളേജ്, ശ്രീരാമു കോളേജ്, ടെക് സിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, AVP കോളേജ്, ശ്രീകുമരൻ, കറുപ്പണ്ണൻ മാരിയപ്പൻ കോളേജ്, തിരുപ്പൂർ കുമരൻ കോളേജ്, വേലക്കോവിൽ കോളേജ്, ഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കമലം കോളേജ്, പളനിസ്വാമി കോളേജ് ഓഫ് ആർട്സ്, കൊങ്കുനാട് ആർട്സ് ആൻഡ് സയൻസ്, പ്രൊവിഡൻസ് കോളേജ്, SMS കോളേജ്, ചേരൻസ് ആർട്സ് ആൻഡ് സയൻസ്, നിഫ്റ്റി കോളേജ്, ടേവ്സ് അക്കാഡമി, നീൽഗിരി കോളേജ്, സാൻ ഇന്റർനാഷണൽ കോളേജ്, യുണൈറ്റഡ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. 32 LSE പ്ലസ് എക്സാം സെന്റേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്.
നമുക്ക് കോഴ്സുകൾ അതായത് നമുക്കറിയാം 15 കോഴ്സ്, അതായത് PG പ്രോഗ്രാമും ഒരു MBA പ്രോഗ്രാമും മാത്രമാണ് നമുക്കിപ്പോ ജൂലൈ ഓഗസ്റ്റ് ബാച്ചിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ. അപ്പൊ 15 കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് കോഴ്സുകൾ നോക്കാം. അതിൽ MCOM ഉണ്ട്, MCOM ഫിനാൻസ്, പിന്നെ MCOM CA ഉണ്ട്, പിന്നെ വരുന്നത് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. പിന്നെ അതുപോലെ തന്നെ MBA പ്രോഗ്രാം. MBAക്ക് 3 സ്പെഷ്യലൈസേഷൻ, ഇലക്ടീവ് പേപ്പേഴ്സ് നമുക്ക് 3 സ്പെഷ്യലൈസേഷനിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വരുന്നത് ഫിനാൻസും HR-ഉം മാർക്കറ്റിംഗും ആണ്. പിന്നെ വരുന്നത് MA ഇക്കണോമിക്സ്, MA തമിഴ് ലിറ്ററേച്ചർ, പിന്നെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MA ഹിസ്റ്ററി, MSW, MCA, അതുപോലെ തന്നെ MSc IT, MSc ഫിസിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ വരുന്നത് MSc മാത്തമാറ്റിക്സ് ആൻഡ് MSc അപ്ലൈഡ് സൈക്കോളജി. ഇങ്ങനെ 15 കോഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ. അതിൽ ഒന്ന് വരുന്നത് മാനേജ്മെന്റ് പ്രോഗ്രാം MBA ആണ്. പിന്നെ UG-യുടെ ഒക്കെ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇനി ഈ ബാച്ചിലിപ്പോ നമുക്ക് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞല്ലോ, ഇയർലി 2 ബാച്ചായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ജനുവരിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ആ ബാച്ചിലേക്ക് നമുക്ക് കൂടുതൽ UG പ്രോഗ്രാമുകൾ അവർ ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഡീറ്റെയിൽ സിലബസ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ സിലബസ് ഒക്കെ അറിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ എക്സാം ഫീസ് വരുന്നുണ്ട് ട്യൂഷൻ ഫീസിന് പുറമെ നമുക്കറിയാം ഭാരതിയാറിന്റെ ട്യൂഷൻ ഫീസിന് പുറമെ നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അതാത് ഇയർലി അതിന്റെ എക്സാം ഫീസ് അടച്ചു കൊടുക്കാറ്. അപ്പൊ അതുപോലെ തന്നെ ഇതിപ്പോ സെമസ്റ്റർ വൈസ് ആവുമ്പോൾ അതായത് സെമ്മിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സാം ഫീസ് അടച്ചാൽ മതിയാവും. അപ്പൊ അത് എക്സാം ഫീസ് ട്യൂഷൻ ഫീസിന് പുറമെ വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷൻസിന് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പാസ് ഔട്ട് ആയവർക്ക് പ്രൊവിഷണൽ ഒക്കെ വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാം കേട്ടോ. സ്റ്റുഡൻസിന് ഇപ്പത്തെ റീസെന്റ് ആയിട്ടുള്ള പാസ് ഔട്ടുകാർക്ക് ഒരുവിധം എല്ലാവർക്കും പ്രൊവിഷണൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മെയ് മാസം സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങിയ MBA മാത്രമേ വരാത്തുള്ളൂ. പക്ഷെ ഡിഗ്രിക്കാർക്കും അതുപോലെ തന്നെ PG-കാർക്കും ഇപ്പൊ ഈ വീക്കിലൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുവിധം എത്തിയിട്ടുണ്ട് ബൈ പോസ്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് അഡ്മിഷൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വരെയുള്ള ഡോക്യുമെന്റ്സ് മതിയാവും. അപ്പൊ എത്രയും വേഗം എല്ലാവരും ഭാരതിയാറിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമ്മൾ ചെയ്യുമ്പോഴത്തെ കാര്യം അവിടെ പോയി എക്സാം എഴുതാൻ വില്ലിംഗ് ഉള്ളവര് മാത്രം പ്രത്യേകം എടുത്ത് വെച്ചാല് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണം. നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നെ ഈ എക്സാം സെന്റർ ഇവിടെ കേരളത്തിൽ ഇല്ല, ഇതുവരെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വെച്ചിട്ട് പിന്നെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സെമസ്റ്ററിൽ 7 സബ്ജക്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരാഴ്ച അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇപ്പൊ PG പ്രോഗ്രാം അല്ലെങ്കിൽ MBA പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ MBAസിനൊന്നും ഡിസ്റ്റൻസ് പഠിക്കാൻ ഒരു പ്രൊവിഷൻ ഇല്ല. ഇവിടെ എല്ലാം 4 വർഷം ആക്കി ഒരുവിധം കോളേജുകളിൽ. അതിപ്പോ എല്ലാ കോളേജുകളിലും ഈ അധ്യയന വർഷം മുതൽ 4 വർഷത്തെ ഡിഗ്രി പ്രാബല്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG-യും അതിനനുസരിച്ച് ഇയർ വേരിയേഷൻ ഉണ്ട്. ഇവിടെ ഇപ്പൊ നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കുള്ളൂ ഇനിയിപ്പോ അത് വരുന്നത്. നമ്മുടെ ഇപ്പൊ ഓൾറെഡി കരിക്കുലത്തിലും നല്ല വ്യത്യാസം വരുന്നത് കൊണ്ട് ഇനി അങ്ങനെ നമുക്ക് ഇവിടെ കേരളത്തിൽ കോഴ്സുകളിലേക്ക് ചേർന്ന് പഠിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ചില ഇഷ്യൂസ് വരാം. പക്ഷെ അപ്പോ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പൊ നമുക്കറിയാലോ ഭാരതിയാറിന്റെ ഡിസ്റ്റൻസ് MBA ചെയ്യുന്നവര് കൂടുതലും വർക്ക് ചെയ്യുന്നവരാണ്. അവര് തന്നെ ചിലര് ഒരു 5 6 വർഷം മുൻപ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഏറ്റവും നല്ലൊരു കോഴ്സും ഓപ്പർച്യൂണിറ്റിയും ആണിത്. കാരണം നമുക്ക് താരതമ്യേന മറ്റ് MBA-കളെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഫീസ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പൊ ഒരാഴ്ചത്തെ എക്സാമിന്റെ ഒരു പ്രശ്നം മാത്രം, അതൊരു പ്രശ്നമല്ല. പക്ഷെ എന്നാലും നമ്മൾ തമിഴ്നാട് ആ ഒരു കാര്യത്തിനോട് നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാല് പിന്നെ വേറെ ഇഷ്യൂസ്, പിന്നെ വാല്യൂ അതിന്റെ കാര്യത്തിലൊന്നും, അതായത് ഇത്ര നാള് പറഞ്ഞിരുന്നത് എന്താ, ജൂറിസ്ഡിക്ഷന് പുറത്ത് പരീക്ഷ നടത്തുന്നു, വാല്യൂ ഇല്ല, എന്തിനാണ് ഈ യൂണിവേഴ്സിറ്റി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നത്. ഇപ്പൊ ജൂറിസ്ഡിക്ഷന്റെ ഉള്ളിൽ തന്നെയാണ് നടത്തുന്നത് കോഴ്സുകൾ. അപ്പൊ അതിന് വാല്യൂന്റെ കാര്യത്തിലും ഇപ്പൊ ആരും ബോധർ ചെയ്യണ്ട. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോ ലോങ് ആയിന്ന് അറിയാം, എന്നാലും നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറയണ്ടേ. ഇത്രയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെ അഡ്മിഷനെ പറ്റി മുന്നേ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് പറയാനുള്ള ഡീറ്റെയിൽസ് സിലബസ് ഇതുവരെ അവൈലബിൾ ആയിരുന്നില്ലേ. അപ്പൊ നമുക്ക് ഏത് MBA തന്നെ എത്ര സ്പെഷ്യലൈസേഷൻ വരുന്നു നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി MBA ഒരു കോർ MBA മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണയിലാണ് ഇരുന്നത്. പക്ഷെ ഇന്നത്തെ സിലബസ് കണ്ടപ്പോഴത്തേക്കും 3 സ്പെഷ്യലൈസേഷൻ നമുക്ക് എലക്ടീവ് പേപ്പേഴ്സ് ആയിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇയർ കോമൺ ആണ്.
എന്നാലും നമുക്ക് സെക്കൻഡ് ഇയറിൽ എലക്ടീവ് 3 സബ്ജക്റ്റിൽ എടുക്കാൻ പറ്റും. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് അത്യാവശ്യം എല്ലാവരും ചോദിക്കുന്ന 2 സ്പെഷ്യലൈസേഷൻ ആണ് HR, ഫിനാൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്. പിന്നെ നമ്മൾ ചിലപ്പോൾ വരും വർഷങ്ങളിലേക്ക് അവർ കൂടുതൽ സ്പെഷ്യലൈസേഷൻ വരാം. കാരണം നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു ബാച്ചാണ്. അപ്പൊ അതിന്റെ സിലബസുകൾ സെറ്റ് ചെയ്യുന്ന ബുക്കുകളൊക്കെ പ്രിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ഇയറിന്റെ മൊത്തം ആദ്യത്തെ ഒരു ബാച്ച് ഇറങ്ങി കഴിഞ്ഞാല് പിന്നെ അവര് കോഴ്സുകൾ ചിലപ്പോൾ എണ്ണം കൂട്ടാം. ഈ 15 PG പ്രോഗ്രാമിന് പുറമെ നമുക്ക് പല PG പ്രോഗ്രാമുകളും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ MBA തന്നെ സ്പെഷ്യലൈസേഷന്റെ എണ്ണത്തിലും നമുക്ക് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാം. അതൊക്കെ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ വരും ബാച്ചുകളിലെ കാര്യങ്ങളാണ്. എന്നാൽ കൂടി നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന നല്ലൊരു ഓപ്ഷനാണിത്. ഇത്രയുള്ള താങ്ക് യു.